ഉർവശിയോട് പോയി ഈ കാര്യം പറയണം, അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം അവർ ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ നമ്മള് ചെന്നൈയിൽ മനോജ് കെ ജയന്റെയും ഉർവശിയുടെയും മകളായിട്ടുള്ള കുഞ്ഞാറ്റ എന്ന തേജ ലക്ഷ്മിയുടെ സിനിമ അരങ്ങേറ്റവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് അത്യാവശ്യം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സംഭവമാണ്. 2 ദിവസം മുമ്പാണ് മനോജ് കെ ജയനും കുഞ്ഞാറ്റയും ഒരുമിച്ചൊരു വാർത്താ സമ്മേളനം നടത്തി. വാർത്താ സമ്മേളനത്തിൽ വെച്ച് മനോജ് കെ ജയൻ കുഞ്ഞാറ്റയുടെ അമ്മയും കൂടിയായിട്ടുള്ള ഉർവശിയെ കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങളാണ് സത്യത്തിൽ ഈ വിഷയത്തെ ഇത്രയധികം വാർത്താ പ്രാധാന്യമുള്ളതാക്കി മാറ്റിയത്. അറിയാലോ, മനോജ് കെ ജയനും ഉർവശിയും ഡിവേഴ്സ് ആയിട്ട് 15 വർഷങ്ങളോളമായി. പണ്ടുവരുടെ വിവാഹമോചനത്തിന് ശേഷം കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയുള്ള നിയമയുദ്ധം നടക്കുന്ന സമയത്ത് ഉർവശി മദ്യപിച്ച് കോടതിയിൽ വന്ന സംഭവമൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാകും. അന്നതൊക്കെ വലിയ വാർത്തയായിരുന്നു. ഉർവശിയുടെ അമിതമായിട്ടുള്ള മദ്യപാനമാണ് താങ്കളുടെ വിവാഹമോചനത്തിന് കാരണമെന്ന് അന്ന് മനോജ് കെ ജയൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉർവശിയുടെയും മദ്യപാനം കാരണം കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു അന്ന് കോടതി കുഞ്ഞാറ്റയെ മനോജ് കെ ജയന്റെ കൂടെ വിട്ടത്. എന്തായാലും ആ സമയത്ത് മനോജ് കെ ജയനും ഉർവശിയും പരസ്പരം പബ്ലിക് ആയിക്കൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇരുവരും വേറെ കല്യാണമൊക്കെ കഴിച്ച് സെറ്റിലായി എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും മനോജിന്റെയും കുഞ്ഞാറ്റയുടെയും വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഈ പഴയ വിഷയങ്ങളൊക്കെ ഇപ്പൊ വീണ്ടും പൊങ്ങി വന്നിരിക്കുകയാണ്, ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് വാർത്താ സമ്മേളനത്തിന് ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. ഓഫീസിൽ ഒരാളെ വിളിച്ച് ജോലി വാങ്ങിച്ചു, അങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കുറെ കാലം ബൈജൂസ് ആപ്പിൽ വർക്ക് ചെയ്തു. അതിനുശേഷം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ 1-2 കമ്പനിയിലും ജോലി ചെയ്തു. അപ്പോഴൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, സിനിമയിലേക്ക് വരുമോ. കാരണം ഞാൻ എന്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒട്ടും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരു ആക്ടറാണ്. മലയാളത്തിൽ ഇത്രയും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്ത ഒരാൾ ഞാൻ മാത്രമേ കാണുള്ളൂ. ഇപ്പോഴും ഞാൻ എന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് വിളിച്ചാൽ മാത്രം പോവുക, ആരെയും വിളിച്ച് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം. അപ്പൊ അങ്ങനെ ഒരാളുടെ മകൾ ഇങ്ങനെ സിനിമയിലേക്ക് വരുമ്പോ വന്നാൽ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെ ഉള്ള പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട. കുഞ്ഞാറ്റയ്ക്ക് കഴിവുണ്ടെങ്കിൽ എന്തായാലും മലയാള സിനിമയിൽ നിലനിൽക്കാൻ കഴിയും. പിന്നെ തനിക്ക് സെൽഫ് മാർക്കറ്റിംഗ് തീരെ ഇല്ല എന്ന് മനോജ് ചേട്ടൻ പറയുന്നുണ്ടെങ്കിൽ കൂടി മോളെ നന്നായി ഇൻട്രൊഡ്യൂസ് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും മൂപ്പർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ തുടക്കത്തിൽ അത്യാവശ്യം വേഷങ്ങളൊക്കെ കിട്ടും, പിന്നെ കഴിവ് പോലെ ഇരിക്കും. ഇത് ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞെന്നുള്ളൂ കേട്ടു. മനോജ് ഒരു അച്ഛന്റെ കടമ ചെയ്തു, അത്രയേ ഉള്ളൂ. തന്റെ കോൺടാക്ട് വെച്ച് മകൾക്ക് സിനിമയിൽ ഒരു അവസരം വാങ്ങിക്കൊടുക്കാൻ മനോജിന് വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഉർവശിയും മനോജും രണ്ടുപേരും കിടിലൻ അഭിനേതാക്കളാണ്. സോ ആ ഒരു കഴിവ് മകൾക്കും കിട്ടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് അവസരങ്ങൾ കൊടുക്കാനും ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും. പിന്നെ ഇതൊരു പോക്കറ്റ് പ്രൊമോഷൻ അല്ലേ, വലിയ സംഭവമാക്കാനുണ്ടെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ മനോജ് ഒരു അച്ഛൻ എന്ന നിലക്ക് തന്റെ മകൾക്ക് വേണ്ടി അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്തു എന്ന നിലയ്ക്ക് ഈ സംഭവത്തെ നോക്കി കാണാനാണ് എനിക്കിഷ്ടം. പിന്നെ മലയാളത്തിൽ ഈ നെപ്പോ കിഡ്സിനും പഞ്ഞമൊന്നും ഇല്ലല്ലോ. പ്രധാനപ്പെട്ട യുവ നടന്മാരൊക്കെ നെപ്പോ കിഡ്സുകളാണ്. എന്തായാലും ഇതിനുശേഷമാണ് ഉർവശിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് മനോജ് കെ ജയൻ ഇമോഷണൽ ആവുന്നത്. ആ ഭാഗം ഒന്ന് കണ്ടോക്കാം. അങ്ങനെ അടുത്ത സമയത്ത് 2 വർഷം മുമ്പാണ് എന്ന് പറയുന്നത്, ഒരു പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്ന ഒരു മകളാണെങ്കിൽ, അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട്, അച്ഛൻ എനിക്കൊരാളെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന അതേ ലാഘവത്തോടുകൂടി, അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ്, എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് ആദ്യമായിട്ടാണ് തുറന്നു പറയുന്നത്. ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ്. ആശ അവൾക്ക് അമ്മ മാത്രമല്ല നല്ല സുഹൃത്തും കൂടെയാണ്. അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ആശ വഴിയാണ് ഞാൻ അറിയാറ്. അപ്പൊ ആശ പറഞ്ഞു, മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എന്നോട് പറയും. ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല, കാരണം അവളുടെ ഇഷ്ടമാണ്. ഒരിക്കലും എന്റെ ആഗ്രഹം വേറെ ആണെങ്കിലും മോളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിന്റെ കടമ. അത് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ നമുക്ക് വനിതയിൽ ഒരു ഇന്റർവ്യൂ കൊടുക്കാം. അച്ഛക്ക് ഇപ്പൊ ചാൻസ് ആരുടെയെങ്കിലും വിളിച്ചു ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഒന്നും കിട്ടുന്ന ഫീൽഡല്ല സിനിമ. നമുക്കൊരു സമയം ഉണ്ടാവും, ആ സമയത്തെ അവർ വിളിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ വനിതയിൽ ഇന്റർവ്യൂ കൊടുത്ത് ഇങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു, മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിലൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു. അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത്, ഇത് അമ്മയെ അറിയിക്കുക, മോളുടെ അമ്മയെ അറിയിക്കണം. അതിനുവേണ്ടി ചെന്നൈയിൽ പോയാൽ കുഴപ്പമില്ല, ഉർവശിയോട് പോയി ഈ കാര്യം പറയണം, അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത്. കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെർസറ്റാലിറ്റി ഉള്ളൊരു ആക്ട്രസ്സാണ്. അങ്ങനെ ഒരാളുടെ മകളാണ്. അപ്പോൾ അവള് ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കണം പറഞ്ഞു. ഞാൻ വിട്ടു. ഞാൻ കുറച്ച് ഇമോഷണൽ, എപ്പോഴും അങ്ങനെയാണ്. ഇത്തരം കാര്യങ്ങൾ മോളുടെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെയാവും. അങ്ങനെ ഞാൻ വിട്ടു. അവളുടെ അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു. അങ്ങനെ ഇന്നിവിടം വരെ എത്തി.
ഓക്കെ, ഉർവശിയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മനോജ് നന്നായി ഇമോഷണൽ ആവുന്നുണ്ട് അല്ലെ? അവര് തമ്മിലുള്ള പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, പക്ഷെ മകളുടെ ജീവിതത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം വന്നപ്പോൾ മനോജ് ആദ്യം പറഞ്ഞത് അമ്മയായിട്ടുള്ള ഉർവശിയുടെ സമ്മതം വാങ്ങാനാണ്. മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മനോജ് ഇവിടെ ചെയ്തതെന്ന് പറയേണ്ടി വരും. ഒരുപാട് പേര് മനോജിന്റെ ഈ നിലപാടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ചില കമന്റുകൾ വായിച്ചുതരാം. കുഞ്ഞിന് അമ്മയുടെ സ്ഥാനം എന്ത് എന്ന് പറഞ്ഞു കൊടുത്ത മനോജ്, നല്ല കാര്യം. അമ്മ എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയാം, നല്ല മനുഷ്യൻ. അച്ഛനെ തെറ്റാതെ വിളിക്കാം യഥാർത്ഥ അച്ഛൻ. സാർ കരയരുത്, കാരണം രണ്ടായി നിന്നിട്ടും മകളുടെ ഏത് നല്ല കാര്യത്തിനും പെറ്റമ്മയുടെ അനുഗ്രഹം മോൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന നല്ലൊരു അച്ഛൻ. എപ്പോഴും ഇങ്ങനെ തന്നെ ആകട്ടെ. മോൾക്ക് എല്ലാ ഉയർച്ചയും അനുഗ്രഹങ്ങളും ഇനിയും ഉണ്ടാക്കട്ടെ. ഇനിയും ജീവിതത്തിൽ അച്ഛനെയും അമ്മയും ചെറിയമ്മയും 2 അനുജന്മാരും ചേർത്ത് പിടിക്കണം. ഗോഡ് ബ്ലെസ് യു മോളെ. പക്ഷെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നവരെ പോലെ തന്നെ വിമർശിക്കുന്നവരുടെ കമന്റുകളും കുറവല്ല. ചില കമന്റുകൾ വായിച്ചുതരാം. ഇത്ര വലിയ സ്നേഹം ഉർവശിയോട് ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ അവരെ ജീവിതത്തിൽ നിന്ന് മനോജ് ഒഴിവാക്കി? കോടീശ്വരയായ ആശയെ വിവാഹം ചെയ്തു. സൗത്ത് ഇന്ത്യയിലെ 1-ാം നമ്പർ ഹീറോ ആയി കത്തി നിന്ന സമയത്താണ് ഉർവശി വെറും 2-ാം നിരക്കാരനായ മനോജിനെ കെട്ടിയത്. ഉർവശി ചെയ്ത ഏറ്റവും വലിയ അബദ്ധമായിരുന്നത്. തിരക്കേറിയ ഉർവശിയുടെ ജീവിതം അവസരങ്ങളില്ലാത്ത മനോജിനെ അസ്വസ്ഥനാക്കി. അങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് എവിടെയോ വായിച്ചിരുന്നു. പോകെ പോകെ ഫ്രസ്ട്രേഷൻ മൂത്ത് മനോജാണ് വിവാഹമോചനം ആവശ്യപ്പെട്ടത്. അതാണ് അവരെ മദ്യപാനിയാക്കിയത്. ആ സമയത്തുള്ള അവരുടെ തകർച്ചയ്ക്ക് കാരണം തന്നെ മനോജാണ്. കാരണം ആശയ അപ്പോൾ മനോജിന്റെ കാമുകിയായി മാറിയിരുന്നു. ഇപ്പോൾ കോടീശ്വര ആശയുടെ കാശ് കൊണ്ട് UK പോയി ഉളുപ്പില്ലാതെ ജീവിക്കുന്നു. പിന്നെ എന്തിനീ പട്ടിഷോ? ഉർവശി അയാളുടെ അഭിനയത്തിൽ വീയരുത്. അമേരിക്കയിൽ ഒരുത്തിയുമായി പ്രണയത്തിൽ ചെറുത് നോക്കിപ്പോയി. പ്രസവം കഴിഞ്ഞ് ഉർവശി അല്പം മങ്ങലായി, മടുത്തിട്ട് പോയി. ഉർവശി മാനസികമായി തകർന്നു, രോഗിയായി, ആരോഗ്യവും പോയി. ഇപ്പോൾ കണ്ണുനീരെന്തിനാ? ഉർവശിയുടെ ആരാധകർ മോളുടെ ഫിലിം കാണാൻ തിയേറ്ററിലെത്തണം. മോളുടെ ഭാഗ്യം ഓർത്ത് കരയുന്നു. ഫിലിമിന്റെ പേര് പോലെ സുന്ദരല്ലല്ലോ മോൾ, ആവറേജ് മാത്രം. ഉർവശിയുടെ പിടിപാട് കൊണ്ട് കിട്ടിയ അവസരം. ഇവിടെ ആക്ച്വലി മനോജിന് ഇവിടെ ഉർവശിയെ കുറിച്ച് പരാമർശിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഉർവശിയെ കുറിച്ച് സംസാരിച്ച് വൈറലാവേണ്ട ഗതികേടുള്ള ആളൊന്നും അല്ലല്ലോ മനോജ് കെ ജയൻ. ഉർവശിയും മനോജും വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞവരാണ്. അതുകൊണ്ട് തന്നെ മനോജ് ഉർവശിയെ കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് വെച്ച് ആരൊന്നും പറയാൻ പോണില്ല. പക്ഷെ മനോജ് ഉർവശിയെ ഓർത്തു. ആദ്യം അമ്മയുടെ സമ്മതം വാങ്ങണമെന്ന് കുഞ്ഞാറ്റയോട് പറഞ്ഞ കാര്യം എല്ലാവരുമായി പങ്കുവെച്ചു. അമ്മയെ വെറുക്കാനല്ല അയാൾ അവളെ പഠിപ്പിച്ചത്, മറിച്ച് ജീവിതത്തിൽ നല്ലൊരു നിമിഷം വന്നപ്പോൾ ഓർക്കാനും അമ്മയുടെ അനുഗ്രഹം വാങ്ങാനുമാണ്. അതിന് നിങ്ങൾ അയാളെ പ്രശംസിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ വെറുതെ എന്തിനാണ് ഇങ്ങനെ ഓരോ ഊഹാപോഹങ്ങൾ വെച്ച് ഓരോരോ കഥകൾ ഉണ്ടാക്കുന്നത്? നേരത്തെ വായിച്ച കമന്റുകളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എല്ലാവരും വായിച്ചല്ലോ. തെന്നിന്ത്യയിൽ ഏറ്റവും മികച്ച നടിയായിട്ട് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഉർവശി വെറും 2-ാം നിരക്കാരനായിട്ടുള്ള മനോജിനെ കല്യാണം കഴിച്ചത് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ കമന്റ് തുടങ്ങുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നടിമാരിൽ ഒരാളാണ് ഉർവശി എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ എന്ന് കരുതി മനോജ് കെ ജയനും വെറും 2-ാം നിരക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതൊരിക്കലും സമ്മതിച്ചു തരാൻ പറ്റില്ല. 1-ാം തരം ആക്ടറാണ് അയാൾ എന്നുള്ളത് മലയാളികൾക്ക് ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ല. ഉർവശിയുടെ ആരാധകർ കുഞ്ഞാറ്റയുടെ ഫിലിം കാണാൻ എത്താൻ വേണ്ടിയുള്ള മനോജിന്റെ കള്ളക്കരച്ചിലാണ് കണ്ടത് എന്നൊക്കെ എഴുതി പിടിപ്പിച്ചത് കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത്. കോടീശ്വരി ആയിട്ടുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോൾ മനോജ് ഉർവശിയെ ഒഴിവാക്കി. അത് കാരണമാണ് ഉർവശി മദ്യപാനി ആയത്. എന്നിട്ട് ഇപ്പൊ കള്ളക്കണ്ണീര് കൊണ്ടുവന്നേക്കുന്നു എന്നൊക്കെ ഒരു കമന്റിൽ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാമത് ഇപ്പൊ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി ഉർവശിയുടെ പേരും പറഞ്ഞ് കരയേണ്ട ആവശ്യമൊന്നും മനോജിനില്ല. പിന്നെ ഈ കോടീശ്വരിയായ ഒരു പെണ്ണിന് പിന്നാലെ പോയ കഥകളൊക്കെ ഈ കമന്റ് ഇടുന്നവർക്ക് എവിടുന്ന് കിട്ടുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനോജിന്റെ ഇപ്പോഴത്തെ ഭാര്യയായിട്ടുള്ള ആശയെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഉർവശിയും മനോജും തമ്മിൽ എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അവർ ഇതുവരെ അത് പുറത്ത് പറഞ്ഞിട്ടുമില്ല. പക്ഷെ ആ സമയത്ത് ഉർവശി ഒരു കടുത്ത മദ്യപാനി ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഉർവശി മദ്യപിച്ച് വന്ന് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചതും അതിനെ തുടർന്ന് ആ വേദിയിലുണ്ടായിരുന്ന അന്നത്തെ നിയമസഭാ സ്പീക്കർ ആയിരുന്ന N ശക്തൻ ഇറങ്ങിപ്പോയതും അന്ന് വലിയ വാർത്തയായിരുന്നു. അന്ന് ഉർവശിയുടെ മദ്യപാനത്തെ കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നല്ലോ. ഒടുവിൽ കുഞ്ഞാറ്റയുടെ അവകാശ തർക്കത്തിൽ വരെ ഉർവശിയുടെ മദ്യപാനം തിരിച്ചടിയായി മാറി എന്നുള്ളതാണ്. പൊതുവെ കോടതികൾ കുഞ്ഞുങ്ങളെ അമ്മമാരെ കൂടെ പോകാനാണ് അനുവദിക്കാറുള്ളത്. പക്ഷെ ഇവിടെ കുഞ്ഞാറ്റയുടെ ആഗ്രഹവും ഉർവശിയുടെ മദ്യപാനവും കണക്കിലെടുത്താണ് കുഞ്ഞാറ്റ അന്ന് കോടതി മനോജിന്റെ കൂടെ വിട്ടത്. പിന്നീട് മനോജ് തന്നെ അന്ന് ഉർവശി മദ്യപാനത്തിന് അടിമയാണെന്ന് മാധ്യമങ്ങളോട് തുറന്നു പറയുകയും ഉർവശി അതിന് മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ എല്ലാം വീഡിയോ ക്ലിപ്പുകൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ചു തരാം. സംഭവിച്ച കോടതി വിധിയെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് 10:30 ഇന്ന് കുഞ്ഞിനെ കൈമാറണം എന്ന് ജഡ്ജിൻ്റെ ഉത്തരവനുസരിച്ച് 10:10 ഞാനും മോളും ഇവിടെ എത്തിയിട്ടുണ്ട്. 10:45 കഴിഞ്ഞപ്പോൾ ഉർവശി എത്തിയ ആ കോലം നിങ്ങൾ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ മാന്യ പ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ഇത്രയും കാലം അവരൊരു ഉർവശി എന്നുള്ളൊരു നടി എന്നുള്ളതല്ല, അങ്ങനത്തെ ഒരു സ്ത്രീ, കേരളത്തിലൊരു സാധാരണ സ്ത്രീ എന്നുള്ള നിലയിൽ ഒരാളെക്കുറിച്ച് അങ്ങനെ മോശമായിട്ട് ഒരുപാട് സത്യങ്ങളുണ്ട്. പക്ഷേ ആ സത്യങ്ങളൊന്നും തുറന്നു പറയേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കാലങ്ങളായിട്ട് ഈ സത്യം പറയാഞ്ഞത്. ഇന്ന് എൻ്റെ വായിലൂടെ തന്നെ ഞാൻ പറയുകയാണ്, പരിപൂർണമായ മദ്യപാനത്തിന് അടിമയാണവർ. ഇന്ന് തന്നെ ഈ സ്റ്റേറ്റസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത്രയും കാത്തിരുന്നവർക്ക് കിട്ടിയ ഓർഡർ അവർ മാനമര്യാദയ്ക്ക് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകണ്ടേ? അവർക്ക് നിലത്ത് നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ് അവരിന്ന് കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സ്റ്റേറ്റസിൽ എന്നെപ്പോലെ അച്ഛന് ഒരിക്കലും അവരോട് വിടാൻ സാധ്യമല്ല. അതിനെതിരെ ഞങ്ങൾ വേറെ രീതിയിൽ മൂവ് ചെയ്യുകയാണ്. അത് ഇവിടെ ജഡ്ജിന് മനസ്സിലായിട്ടുണ്ട്, കുട്ടിക്ക് അതിനേക്കാളേറെ മനസ്സിലായിട്ടുണ്ട്. എന്നേക്കാളുപരി കുഞ്ഞ് തന്നെ ഇവിടെ എഴുതി കൊടുത്തിരിക്കുകയാണ് എനിക്ക് അമ്മയോട് പോകാൻ പറ്റില്ല എന്ന്. കാരണം ഈ ഒരു സ്റ്റേറ്റസിൽ അവർ അത്രയധികം അബോധാവസ്ഥയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്.
ഇത് എനിക്ക് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. കാരണം എനിക്ക് ഒരു എൻ്റെ മുൻ ഭാര്യയെന്നോ ഉർവശി എന്നുള്ള നടിയോ ഒന്നൊന്നല്ല, ഒരു സ്ത്രീ എന്നുള്ള പരിഗണന കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഇത്തരം കാര്യങ്ങൾ ഒരു മാധ്യമത്തിലും ഒരു മാഗസിനും ഞാൻ തുറന്നു പറയാറുന്നത്. പക്ഷേ ഇന്ന് ഞാൻ പറയേണ്ടി വരികയാണ്. കാരണം നിങ്ങളെല്ലാവരും ഇന്ന് കണ്ടു കഴിഞ്ഞു, അതുകൊണ്ടാണ് പറയുന്നത്. ഇനി എനിക്ക് ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. വെരി സോറി. ഓക്കെ, ഇങ്ങനെ മാധ്യമങ്ങളൊക്കെ വിളിച്ചു കൂട്ടി ഉർവശി ഒരു മദ്യപാനിയാണെന്ന് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ ശരിയല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. മേ ബി അതെല്ലാം ഓർത്തിട്ടാകാം മനോജ് കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ വിതുമ്പി പോയത്. അന്ന് മനോജിന്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം ഉർവശി മനോജിനെതിരെ മാനനഷ്ടത്തിന് കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏതോ സർജറി കഴിഞ്ഞു വീര്യം കൂടിയ മരുന്ന് കഴിച്ചത് കൊണ്ടാണ് താൻ മദ്യപിച്ച പോലെ തോന്നിയത് എന്നാണ് ഉർവശി അന്ന് പറഞ്ഞിരുന്നത്. അതിന്റെ ക്ലിപ്സ് എല്ലാം യൂട്യൂബിൽ കിടപ്പുണ്ട്. എല്ലാം കൂടെ ഞാൻ പ്ലേ ചെയ്യുന്നില്ല. എന്തൊക്കെയായാലും ഉർവശി ഒരിക്കലും മനോജിനെതിരെയോ താങ്കളുടെ ഡിവോഴ്സിനെ കുറിച്ചോ ഒന്നും യാതൊരു കാര്യവും എവിടെയും പറഞ്ഞിരുന്നില്ല. നേരത്തെയുള്ള കമന്റിൽ പറയുന്നത് പോലെ ഉർവശി എവിടെയും മനോജ് എന്നെ ഒഴിവാക്കി ഒരു കോടീശ്വരിയുടെ പിന്നാലെ പോയി ഒന്നും പറയുന്നില്ല. അവർക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പ്രൈവറ്റ് ആക്കി വെക്കാനുള്ള മാന്യത അവർ കാണിച്ചിരുന്നു. മനോജും ഒരു പരിധി വരെ ആ മാന്യത കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പൊ ഈ വിഷയം വീണ്ടും പൊങ്ങി വന്നതുകൊണ്ട് മാത്രം ഞാൻ പഴയ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അവർ തീർത്തും ഡിഫറെന്റ് ആയ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ. അവർക്കിടയിൽ ആകെ കോമൺ ആയ സംഗതി എന്ന് പറയുന്നത് കുഞ്ഞാറ്റയാണ്. കുഞ്ഞാറ്റയുടെ ഒരു കാര്യം വന്നപ്പോൾ മനോജ് ഉർവശിയെ ഓർക്കുകയും ചെയ്തു. അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. പുറത്തൊരു ടോപ്പിക്കുമായി കാണാം.